പ്രൈസ് ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ലഭിച്ച അവസരത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകളെല്ലാം കർത്താവ് നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ഈ ന്യൂ ഇയറിൽ ആണെങ്കിലും ദൈവത്തിൻ്റെ ന്യൂ ഇയറിന് ശേഷം പിന്നെയും നമുക്ക് നല്ല മീറ്റിങ്ങിൽ കർത്താവ് നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഈ പ്രാരംഭ സൺഡേയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ഇന്നത്തെ ഈ ഭവന ശുശ്രൂഷ എൻ്റെ അല്പം നേരത്തെ നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുശേഷം സ്തോത്രം ഫസ്റ്റ് സൺഡേ ആണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടെ നിങ്ങളെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ഇൻസ്ട്രക്ഷൻസ് എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്നും കർത്താവ് ശരണപ്പെടുന്നുണ്ട്. അത് അനുഗ്രഹമായി തീരും. നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ ആയിരിക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. As we are on the first Sunday of the year, I would like to finish a little early because I've got some other instructions to be given. So let's start. Amen. Can you all see? വായിക്കാം. വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നവരെ ഓർത്ത് ഇതിന് സ്തോത്രം. Matthew chapter 3 verse 8. I would like to continue my preaching from last week's, which is Matthew chapter 3 verses 8. Matthew chapter 3 verses 8. Okay. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. സ്തോത്രം. കഴിഞ്ഞ ന്യൂ ഇയറിൽ ഞാൻ ഈ സ്തോത്രം സബ്ജക്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ തുടങ്ങി വെച്ചു. എനിക്ക് ഇന്നും എത്തിക്കാനായിട്ട് പറ്റിയില്ല. എങ്കിലും ഞാനത് ഇന്ന് പകൽ അത് കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. I started this topic on the new year, but I was not able to reach anywhere, so I would like to continue with this topic today. ദൈവത്തിൻ്റെ വചനത്തിൽ റിപ്പൻറ്റൻസോട് ചെന്ന് പറയുക, bear fruit in keeping with repentance. bear fruit in keeping with repentance. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. ഈ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റിപ്പൻറ്റൻസ് അത് ദൈവവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ ഉപദേശമാണ് റിപ്പൻറ്റൻസ്. Repentance is one of the most important messages in when we preach the word of God. Okay, repentance means changing mind and go in the right direction. സ്തോത്രം. നമ്മുടെ മനസ്സ് മാറ്റി റൈറ്റ് ഡയറക്ഷനിൽ പോകുന്നതാണ് റിപ്പൻറ്റൻസ്. മാനസാന്തരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സിനെ മാറ്റം വരുത്തുക, എന്നിട്ട് റൈറ്റ് ഡയറക്ഷനിലൂടെ നാം യാത്ര ചെയ്യുക. The word repentance means to bring a change in the heart and going into the right direction. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, വളരെ ചേഞ്ചസ് കർത്താവ് നൽകുന്ന ഒരു വർഷമായി ഈ വർഷം മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് ചേഞ്ചസ് ധാരാളമായി കർത്താവ് കൊണ്ടുവരട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന ചേഞ്ചസ് നമുക്ക് വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം ആഗ്രഹിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മെ മാറ്റം വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. I really wish and pray that in our personal lives God brings a lot of changes in this new year. ദൈവത്തിന് നമ്മെ മാറ്റം വരുത്തുവാൻ കഴിയുന്നത്, ദൈവത്തിന് നമ്മെ മാറ്റം വരുന്നത് നിശ്ചയമായിട്ട് കഴിയും. പക്ഷേ unless you willing to change yourself, നീ തന്നെ തന്നെ ചേഞ്ച് ചെയ്യുവാൻ തയ്യാറാകത്തോളം കാലം നമുക്ക് ചേഞ്ചസ് വരുത്താൻ പ്രയാസമാണ്. God definitely can bring changes in our life, but it is very important that we ourselves are ready to accept those changes. വെളിപ്പാട് നാം വായിക്കുന്നു, Revelation 3:20 വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കും. In Revelations chapter 3 verses 20, God says that I'm standing at the door and knocking. If anyone hears my voice and open the doors, I will come and eat with that person. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നില്ലെങ്കിൽ അങ്ങോട്ട് പ്രവേശനം കർത്താവ് പോലും കയറത്തില്ല. സ്തോത്രം. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് നിന്റെ ഹൃദയവാതിൽ തുറന്നാൽ ഇതാ കർത്താവുമായൊരു ഫെലോഷിപ്പ് നിനക്ക് അനുഭവിപ്പാനായിട്ട് കഴിയും. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. Here the word of God is telling us that if we are ready to hear his voice and welcome him into our hearts, then he is ready to have a fellowship with us. ഇന്ന് രാത്രി ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവപൈതലേ, നമ്മിൽ എത്ര പേര് കർത്താവിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ ചേഞ്ച് ആകാനായിട്ട് നാം സമ്മതിച്ചു കൊടുക്കും, അതിനുള്ള സമർപ്പണമുള്ളവരായിരിക്കും, വില്ലിങ്നെസ് നിങ്ങൾ കാണിക്കും, എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ ചേഞ്ച് ചെയ്യുവാൻ പറ്റുകയുള്ളൂ. Today we need to examine ourselves that how many of us are able or ready to submit ourselves into the will of God and accept his changes. ആമേൻ. സ്തോത്രം. ഇന്ന് ഈ സന്ധ്യയിൽ ചേഞ്ചസ് വരണം, എൻ്റെ ജീവിതത്തിൽ ചേഞ്ചസ് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ വിശ്വാസത്താൽ കരങ്ങളെ നീർത്തിയാട്ടെ.
പ്രൈസ് ലോർഡ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാം ദൈവത്തിന് സ്തോത്രം. കര ഉയരാത്തവരും ഉണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ സ്തോത്രം, അങ്ങനെ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ ഒരിക്കലും സാധ്യമല്ല. ചേഞ്ചസ് വരുത്തുന്നത് കർത്താവിന് തന്നെ ഓർപ്പിച്ചല്ലോ, ഞാൻ മുട്ടുകയാണ്. ആരാ മുട്ടുന്നത്? കർത്താവ് നിന്റെ ഹൃദയവാതിൽ നിന്ന് മുട്ടുകയാണ്, നിന്നോട് മുട്ടുകയാണ്. നീ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നീ കർത്താവുമായി ഫെലോഷിപ്പാണ്, കൂട്ടായ്മ അനുഭവിക്കുകയാണ്. കർത്താവുമായി കൂട്ടായ്മ അനുഭവിക്കുന്നത് ഒരു വലിയ ബ്ലെസ്സഡ് അനുഭവമാണ്. ആരോടാ കൂട്ടായ്മ കൂടുന്നത്? കർത്താവും നീയും കൂടെയുള്ള ഒരു അത്താഴമാണത്. അത്താഴം എന്ന് പറഞ്ഞാൽ നീ കർത്താവിനോട് കൂടെ നീ സാൻഡ്വിച്ച് കഴിച്ചു പോകുന്ന രീതിയല്ലത്. അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ, അത്താഴം എന്ന് പറയുന്നത് കർത്താവിൻ്റെ അരികെ വന്ന് ആരെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിൽ അത്താഴം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈവനിങ് ഡിന്നർ എന്ന് പറയുന്നത് വി സ്പെൻഡ് ടൈം. കർത്താവ് വ്യക്തിയുമായി സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് കർത്താവിനോട് പോകുന്നത്. കർത്താവ് തന്നെ പറഞ്ഞത്, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനുമായി സ്പെൻഡ് ടൈം ചെയ്യുന്നവനാണ്. അത്താഴം കഴിക്കുക. അവന് ഹൃദയവാതിൽ തുറക്കുമ്പോൾ കർത്താവ് നിന്നോട് കൂടെ പെട്ടെന്ന് നിന്നെ ഓടിപ്പോകുവാനല്ല ആഗ്രഹിക്കുന്നത്. കർത്താവ് നിന്നോട് കൂടെ ഇരുന്ന് കൂട്ടായ്മ ആചരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. Here God is telling us that when he says that if anyone hears his voice and open their hearts, then God is ready to come in and sit and eat with them. When he says that he is ready to eat, it's not merely eating but spending time with us and having a fellowship with us. രാജാതിരാജാവ് ആയ നമ്മുടെ കർത്താവ്, ലോകരക്ഷിതാവായ കർത്താവ്, ദൈവമായിരുന്നവൻ നമ്മോട് കൂടെ വന്നിരുന്ന് അത്താഴം കഴിക്കുന്നത് എത്രയോ ആനന്ദമേറിയ അനുഭവമാണ്. ആരെല്ലാം നമ്മുടെ അത്താഴം കഴിക്കാൻ വന്നില്ലേലും സാരമില്ല. നമ്മുടെ അത്താഴം കഴിക്കാൻ അൺനോൺ ഗസ്റ്റായിട്ട് കർത്താവിനോട് കൂടെ അവരുമായി കൂട്ടായ്മയുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണത്. We need to understand here that the King of Kings and the Savior of the world, when he has a fellowship with us, how joyful can that be moment. ദൈവത്തിൻ്റെ വചനത്തിൽ ഓർക്കുക, നിങ്ങൾ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഒന്നാമത് നമ്മുടെ ഹാർട്ട് ചേഞ്ച് ചെയ്യാൻ തയ്യാറാകണം. നമ്മുടെ ഹൃദയം ചേഞ്ച് ചെയ്യുവാൻ നാം തയ്യാറായാൽ സ്തോത്രം, അടുത്ത ചേഞ്ചസ് എല്ലാം വന്നുകൊണ്ടേയിരിക്കും. When we are ready to change ourselves, the first thing that we need to keep in mind is readiness to change our heart. And if we are ready for that, then other changes will come in place. Amen. നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഒരു ഈവിൾ തോട്ട്സും ഈ വർഷം വരികയില്ല എന്ന് നാം തീരുമാനമെടുക്കണം. We need to decide that no evil thoughts will enter our heart. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ സ്കോർ ഷീറ്റ് എവിടെ എത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് നിങ്ങളോട് പറഞ്ഞു. ഓർക്കുന്നവരുണ്ടെന്ന് ഒന്ന് കര ഉയർത്തിക്കുക, കാണട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്, ഞാൻ സ്കൂളിലെ കാര്യം പറഞ്ഞ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്, ബിഹേവിയർ പോയിന്റ്സ് ആൻഡ് അച്ചീവ്മെന്റ് പോയിന്റ്സ്. എത്ര പോയിന്റ്സ് നമുക്ക് സോഫാർ കിട്ടിക്കഴിഞ്ഞു. നിന്റെ പേരിലുള്ള സ്വർഗം റെക്കോർഡ് ചെയ്തിരിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ നിങ്ങളുടെ നെഗറ്റീവ് പോയിന്റ്സ് എത്ര വന്നു, നിങ്ങളുടെ അച്ചീവ്മെന്റ് പോയിന്റ്സ് എത്ര കയറി വന്നു, നിങ്ങളുടെ ബിഹേവിയർ പോയിന്റ്സ് അതിന് കയറിയിട്ടുണ്ട്, നിങ്ങളുടെ പ്ലസ് പോയിന്റ്സ് എന്തോരം വന്നിട്ടുണ്ട്, നിങ്ങളുടെ നെഗറ്റീവ് പോയിന്റ്സ് എത്രയുണ്ടെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പോയിന്റ്സിന്റെ എണ്ണം നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് പോയിന്റ്സ്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവ് പോയിന്റ്സ് തന്നെ ഈ വർഷം ഉണ്ടാകുവാൻ ഞാൻ വാഞ്ചിക്കുന്നുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ കർത്താവ് നമ്മെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. We need to understand here that God has a scorecard for us where we have all our positives and our negatives, and this year we need to pray that God enable us and help us to add score only to the positive ones. Praise the Lord. ദൈവത്തിനെ ഓർപ്പിക്കുക, നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഞാൻ തന്നെ ഓർപ്പിച്ച പോലെ അശുദ്ധമായ ചിന്തകൾക്ക് നിന്റെ ഹൃദയത്തിനകത്ത് പ്രസക്തിയില്ല. ദൈവം നിന്നോടുകൂടെ വാസം ചെയ്യുന്നു നാം ആഗ്രഹിക്കുമ്പോൾ ഓർത്തോണം. വളരെ സീരിയസ് ആയ സന്ദേശമാണ്. എനിക്ക് സമയം സ്തോത്രം എത്രത്തോളം അറിയില്ല, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, നിങ്ങളുടെ ഹൃദയം വിശുദ്ധമാകുമ്പോൾ, കർത്താവുമായി കൂട്ടായ്മ ആചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവവുമായുള്ള കൂട്ടായ്മ നിനക്കുണ്ടാകും. സ്തോത്രം, ഹൃദയം അശുദ്ധമാണെങ്കിൽ കർത്താവിന് നിന്നോടുകൂടെ വസിക്കുവാൻ കഴിയുകയില്ല. നിനക്ക് വിശ്വാസ ജീവിതത്തിൽ എത്ര നാളത്തെ പാരമ്പര്യം പറയാനുണ്ടെങ്കിലും കർത്താവിന് നിന്റെ കൂടെ വസിക്കാൻ പറ്റത്തില്ല. കർത്താവ് നിന്റെ ഹൃദയം വിശുദ്ധമാണെങ്കിൽ, ശുദ്ധമാണെങ്കിൽ, നിഷ്കളങ്കമാണെങ്കിൽ ആ കർത്താവ് ദൈവത്തിന് പരിശുദ്ധനായ ദൈവം നിന്നോടുകൂടെ വസിക്കുവാൻ അവൻ ഇഷ്ടപ്പെടുന്നു. We need to understand here that God can have a fellowship with us only if our heart is pure and holy. But on the other hand, if it is not pure and holy, God will not be able to have a fellowship with us. See, even children, youngsters, those who are hearing me this evening, remember that unholy ആയി ഒന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. Do not allow any unholy thoughts into your heart. ഒന്നും അനുവദിക്കരുത്. Whatever you watch, whatever you read, whatever you hear, whatever you see, let everything be holy unto God.
I would like to remind the kids here that let no evil thoughts or impure thoughts enter your mind or heart. Whatever you see, hear and talk, make sure that everything is holy and pure. സ്തോത്രം. നിന്റെ നാവ് കൊണ്ട് നീ പാപം ചെയ്യരുത്. നാവ്, നിന്റെ ടങ്ക് എപ്പോഴും വിശുദ്ധമായി സൂക്ഷിക്കണം. അശുദ്ധമായതിലേക്ക് നമ്മുടെ നാവ് പോകരുത്. സ്തോത്രം. നമ്മളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇയർ നിങ്ങളുടെ ജീവിതത്തിലെ ചേഞ്ച് ചെയ്യുന്നൊരു വർഷമാകട്ടെ. എന്ത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങൾക്ക് വലിയ മാറ്റം വരുന്ന ഒരു വർഷമായി ഈ വർഷം മാറട്ടെ. നീ ഇന്നലെ വരെയും നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന, അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് നിനക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയുവാനുള്ളത്, ഈ വർഷം തന്നെ കർത്താവ് നിന്നെ കംപ്ലീറ്റ് ആയി ചേഞ്ച് ചെയ്യട്ടെ. മറ്റുള്ളവരുടെ ആ നെഗറ്റീവ്സ് കണ്ടുകൊണ്ടിരിക്കുന്നതല്ല, മറ്റുള്ളവരുടെ പോസിറ്റീവ്സ് കാണുവാൻ നിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. Let's pray to God that God give us a pure tongue, and also if we have a habit of finding faults or negatives in others, let's pray to God that God give me a heart, give me a thought that I'm not just finding faults in others but trying to see the good in others. Amen. നിന്റെ ഭവനം മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ഒരു ഭവനമായി നീ അനുവദിച്ചു കൊടുക്കരുത്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ വീട്ടിൽ മറ്റുള്ളവരുടെ കുറ്റം പറയുവാൻ ആരെയും നീ അനുവദിക്കരുത്. നിന്റെ ഭവനം വിശുദ്ധ ഭവനമായിരിക്കട്ടെ. നിന്റെ ഭവനത്തിന് യാതൊരു അശുദ്ധിയും കയറുവാൻ നീ അനുവദിക്കരുത്. ഭർത്താവൻ ഭാര്യ കപ്പിൾസ് ഉള്ള ഫാമിലിയോട് ഞാൻ പറയാ, നിന്റെ ഭർത്താവ് മറ്റുള്ളവരുടെ കുറ്റം പറയുവാൻ ഭവനം അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭാര്യ സഹോദരി നീ പറയണം, ഇല്ലച്ചാ നമ്മുടെ വീട്ടിന് ഇത് വേണ്ട, നമ്മുടെ വീടിന് വിശുദ്ധമായി, നമ്മുടെ വീട് വിശുദ്ധമായിരിക്കണം. അൺഹോളി ആയിട്ടൊരു വാക്ക് പോലും ഇവിടെ പറയുവാൻ അനുവദിക്കരുത്. ആരുടെയും കുറ്റം പറയുന്ന ഒരു ഭവനമായി എൻ്റെ ഭവനം മാറരുത് എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന വ്യത്യാസപ്പെടുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം. And this change should start from our houses, our home, when each of us should decide that we should not talk bad about others, and if one of our family members does that, we should be able to guide them that our house should be a holy place and not say anything bad about anybody. See, വെളിപ്പാട് പുസ്തകം നാം വായിക്കുന്ന വെളിപ്പാട് പുസ്തകം 12, Revelation 12 verse 10, അവിടെ നാം വായിക്കുന്നത് മനസ്സിലാക്കുന്നത് ആരാണ് അക്യൂസ് ചെയ്യുന്നവൻ, ആരാണ് അക്യൂസ് ചെയ്യുന്നവനാണ് ആര്? അവൻ പിശാചാണ്. നാം ആരും പിശാചിന്റെ സ്വഭാവങ്ങൾക്ക് അധീനരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം എപ്പോഴും ദൈവത്തിന് വിശുദ്ധരായിരിക്കണം. In Revelation chapter 12, it is said that who are the people, 12 verses 10, it's written that who are the people who accuse, and let's pray to God that we should not be the ones who accuse others. ശബ്ദത്തിൽ വായിക്കും ഭാഗം Revelation 12:10. അതെ, ദൈവം പറയുകയാണ് നമ്മുടെ, ഒന്ന് വായിച്ചു ലാസ്റ്റ്, നമ്മുടെ സഹോദരന്മാരെ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സഹോദരന്മാരെ, in English, for the accuser of our brothers and sisters who accuses them before the God day and night has been hurled down. See, ഇതാണ് പിശാചിന്റെ പണി എന്ന് പറയുന്നത്. പിശാച് എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ മക്കളെ എപ്പോഴും ഡേ ആൻഡ് നൈറ്റ് അക്യൂസ് ചെയ്യുന്ന സ്വഭാവം ആരുടെയാണ് എന്ന് ചോദിച്ചാൽ ആരുടെ സ്വഭാവമാണിത്? പിശാചിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവങ്ങൾ നമ്മളുടെ ആരുടെയും വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ഞങ്ങളോട് പറഞ്ഞല്ലോ, ഈ വർഷം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചേഞ്ചസിൻ്റെ വർഷമായി തീരട്ടെ. കംപ്ലീറ്റ് ചേഞ്ചസ് ഉണ്ടാകുന്നാവട്ടെ. ആരെങ്കിലും അക്യൂസ് ചെയ്യുന്ന സ്വഭാവങ്ങൾക്ക് അധീനരായി പിശാച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്, ദാറ്റ് ബിഹേവിയർ. ഞാൻ ഇനി പിശാചിന് അടിമയാകിയില്ല, പിശാചിൻ്റെ സ്വഭാവത്തിന് ഞാൻ അധീനനാകിയില്ല. ഞാൻ എൻ്റെ ഭവനം ദൈവത്തിന് വിശുദ്ധമായിരിക്കുന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്ന വർഷമാണ് ഈ വർഷം. Here, the word of God is trying to remind us that accusing our brothers and sisters is an act given to us by Satan. So let's pray to God that let us not be accusers of others, and let's inherit the habits and the behavior of our Lord, which is holy and pure. See, മത്തായി സുവിശേഷം വായിച്ച ഭാഗം നാം വായിച്ചു, Matthew chapter 3 verse 8, മനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഒന്നാമത് നിങ്ങളോട് പറഞ്ഞത് മനസാന്തരമാണ്, ചേഞ്ചസ്. നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്ത് റൈറ്റ് ഡയറക്ഷനിലേക്ക് നാം നീങ്ങുകയാണ്. ഇന്നലെ വരെയും കഴിഞ്ഞ വർഷങ്ങളിൽ മൈൻഡ് അശുദ്ധമായിരുന്നുവെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് ക്യാരക്ടറിൻ്റെ പല മേഖലയിലും
ആ ചേഞ്ചസ് ഉണ്ടായി, അത് അൺഹോളി ആയിരുന്നെങ്കിൽ ഇന്ന് ഈ രാത്രി ഈ വൈകുന്നേര സമയത്ത് തീരുമാനം, സ്തോത്രം, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഈ വൈകുന്നേര സമയത്ത് തീരുമാനം, സ്തോത്രം, ഞാൻ ചേഞ്ച് ആകും, ഞാൻ ചേഞ്ച് ആകും, ഞാൻ ചേഞ്ച് ആകും, ഞാൻ ചേഞ്ച് ആക്കി പുതിയ ഡയറക്ഷനിൽ ഞാൻ മുമ്പോട്ട് നീങ്ങും. ഇന്നലെ വരെ നടന്നുപോയ വഴികളല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ വരത്തെ വഴികളെല്ലാം ഞാൻ മാറ്റിവെച്ചു. ഇനി ഞാൻ പുതിയ വഴികളിലൂടെ, പുതിയ വഴി എന്ന് വെച്ചാൽ ദൈവത്തിന് ഇഷ്ടമുള്ള റൈറ്റ് ഡയറക്ഷനിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഞാൻ. എൻ്റെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് തോട്ട്സിനെ ഞാൻ മാറ്റും. ഇനി ഞാൻ എപ്പോഴും എൻ്റെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരുടെ ഫോൾട്ട് ഫൈൻഡർ ആയിരുന്നു കഴിഞ്ഞ നാളിൽ. ഇനി ഞാൻ ഫോൾട്ട് ഫൈൻഡർ അല്ല, മറിച്ച് ഞാൻ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കും, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നവരായിരിക്കും, അവരെ സ്തോത്രം, അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കും എന്നുള്ള ഒരു പുതിയ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ചേഞ്ചസിന്റെ വർഷമായി ഈ വർഷം മാറട്ടെ. Here, as we read in Matthew chapter 3 verses 8, produce fruit in keeping with repentance. And when I talked about repentance, it means change in mind and going into the right direction. So let's pray to God that whatever impure thoughts that we had in our mind, whatever habit we had of saying bad about people or demotivating others, let's pray to God that it was a way that I followed previously. But this year, I want a change in heart and mind where I'm able to encourage and motivate others and talk good about them. Praise the Lord. നമ്മൾ വായിച്ച ഭാഗം Matthew 3:8 നാം വായിച്ചു. എന്താ വായിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടല്ലോ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. എങ്ങനെയുള്ള ഫലം കായ്ക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? നമ്മൾ വിചാരിക്കും ഫലം കായ്ക്കുന്ന സ്ഥലം കഴിക്കുന്ന പരിപാടിയാണ്. എങ്ങനെയുള്ള ഫലങ്ങളാ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ എന്ന കർത്താവിനോട് പറഞ്ഞേക്കുന്നത്. സ്തോത്രം. Here God is reminding us in Matthew chapter 3 verses 8 that produce fruit in keeping with repentance. അതാണ് ഫലം കൊടുക്കുക, ഫലം കായ്ക്കുക എന്നതിലൂടെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഫലം കംപ്ലീറ്റ്ലി ന്യൂ ആയി മാറുകയാണ്. ന്യൂ എന്താ? ബേസ്ഡ് ഓൺ യുവർ റിപ്പൻറ്റൻസ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് അല്ല നീ ഇനി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഫ്രൂട്ട്സ് ബേസ്ഡ് ഓൺ റിപ്പൻറ്റൻസ് ആണ്. ബൈ കീപ്പിംഗ് റിപ്പൻറ്റൻസ് യു ഹാവ് ടു ബെയർ ഫ്രൂട്ട്സ്. കീപ്പിംഗ് റിപ്പൻറ്റൻസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും കീപ്പിംഗ് റിപ്പൻറ്റൻസ്. ഏത് ഫ്രൂട്ട് നിന്ന് വരുമ്പോഴും ആ കീപ്പിംഗ് റിപ്പൻറ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഫ്രൂട്ടാണ് നിന്നിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ടത്. By this verse, God is trying to remind us that we used to produce fruits earlier as well, but now all the fruits that we produce, they should be totally new based on repentance. Amen. What do you mean by fruits? എന്താ സ്പിരിച്വലി ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ നമ്മുടെ മനസ്സിലേക്ക് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ? ആ ഫലങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്ന് പറഞ്ഞപ്പോൾ, എന്ന് കർത്താവിൻ്റെ വചനം ഓർപ്പിക്കുമ്പോൾ ഏത് ഫലങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്? നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ പറഞ്ഞാൽ, അവസരം നൽകിയ ആൻസർ പറഞ്ഞാൽ ഒരു പക്ഷേ ഒത്തിരി ആൻസർ വരും. സ്തോത്രം. മാനസാന്തര യോഗ്യമായ ഫലം കായ്ക്കാൻ പറഞ്ഞാൽ ഫലം കായ്ക്കുക എന്നതിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന അർത്ഥം എന്താ? ശുശ്രൂഷ എന്ന നിലയ്ക്ക് കർത്താവിന് വേണ്ടി ഞാൻ വളരെ ഫലം കായ്ക്കുന്നത് എങ്ങനെ മെഷർ ചെയ്യും? ഞാൻ വിചാരിക്കുക, ഞാൻ വളരെ ഫേമസ് ആയ, ഞാൻ ആയിരങ്ങളെ സ്നാനപ്പെടുത്തി, 10,000 രോഗശാന്തി വരുത്തി, അനേകായിരങ്ങൾക്ക് ഭൂതശാന്തി വരുത്തി, അങ്ങനെ ഒരു ശുശ്രൂഷ ഞാൻ ഇപ്പോൾ ചെയ്തപ്പോൾ ഞാൻ വളരെ ഫലം കായ്ക്കുന്നു എന്നായിരിക്കാം ശുശ്രൂഷ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത. അതാണോ ശരിയായ ഫലം എന്നത്? ദൈവം ആഗ്രഹിക്കുന്ന ഫലം അതാണോ? In the verse when it says produce fruit, then we all of us might have different ideas of producing fruit. As a preacher here, I might think that baptizing a lot of people and growing in the sight of God is the only fruit. So different people might have different insights of what producing a fruit means. See, Matthew 3:10 വായിക്കുന്ന അതിന്റെ സെയിം ചാപ്റ്ററിൽ തന്നെ 3:10 വായിക്കുന്നു. 3:10 വായിച്ചാട്ടെ. മതി. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിടുന്നു. കർത്താവിൻ്റെ പ്രമാണം പറയാം, നല്ല ഫലം കായ്ക്കാത്തതിനെല്ലാം കർത്താവ് വെട്ടുകയാണ്. കർത്താവ് വെട്ടി തീയിലിടുന്ന ഒരു സമയം വരാൻ പോകുക. അതുകൊണ്ട് എങ്ങനെയുള്ള ഫലങ്ങൾ കായ്ക്കണം? നല്ല ഫലങ്ങൾ കായ്ക്കണം. ഗുഡ് ഫ്രൂട്ട്സ്. നിങ്ങൾ ഓർത്തോണം, ഗുഡ് ഫ്രൂട്ട്സ് ആണ് കർത്താവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താ ആത്മാവ് നിങ്ങൾ മനസ്സിലാവും. ഫലങ്ങൾ എന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നാം ഫേമസ് ആകുന്നതല്ല ഫലങ്ങൾ.
നാം ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരി ഫേമസ് ആകണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ആളുകളുടെ എല്ലാം വാഞ്ച എത്ര ലൈക്ക് കിട്ടുന്നുള്ളതാണ്, എത്ര ഫേമസ് ആകുന്നു, എത്ര പേര് നമ്മളെ വാച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മളിങ്ങനെ ഫേമസ് ആയി നിൽക്കുന്നു, നമ്മളിങ്ങനെ, അതാണൊക്കെ പലരുടെയും ചിന്ത. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ പ്രശസ്തിയോ പ്രസിദ്ധിയോ ഈ ലോകത്തിലെ ഒന്നുമല്ല. നീ ഒത്തിരി പേരെ സ്നാനപ്പെടുത്തിയെന്നോ, നീ എത്ര പേരെ സ്നാനപ്പെടുത്തുന്നോ, എത്ര പേർക്ക് രോഗശാന്തി വരുത്തിയെന്നോ, എത്ര ഭൂതങ്ങളെ പുറത്താക്കിയെന്നോ, ഇതൊന്നുമല്ല ദൈവം നിന്നിൽ ആഗ്രഹിക്കുന്ന ഫലം. ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ, മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ആ ഫലം നിന്ന് താനേ വന്നുകൊണ്ടേയിരിക്കും. മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോൾ ആ ഫലങ്ങൾ നിന്ന് വന്നുകൊണ്ടിരിക്കും. അതിനുവേണ്ടി നാം തയ്യാറാകണം. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. Here in chapter 3 verses 10, it's reminded to us that every tree that does not bear good fruit will be cut down and put into fire. So when we talk about good fruits, it's not the name and fame that we get in the world or the popularity that we get in the world. When we try to produce a fruit with repentance, all the fruits that God wants us to bear will automatically be born with us. See, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, പറയാം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. Someone, children, can you say that? ആത്മാവിൻ്റെ ഫലം, full of spirit. Yes. Love, joy, peace, patience, kindness, faithfulness, goodness, gentleness and self-control. Okay? ആത്മാവിൻ്റെ ഫലം ഇതാണ്. എന്താ ഫലം? ഫലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മാനസാന്തരത്തിൻ്റെ ഫലം. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഫലം എന്ന് പറയുന്നത് ഈ ഫലങ്ങളാണ് ഉണ്ടാവേണ്ടത്. എന്താ? സ്നേഹമുണ്ടാകണം. ഇന്നലെ വരെ നിനക്കുണ്ടായിരുന്ന സ്നേഹത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ 2025 പ്രാരംഭ സൺഡേയിൽ നിന്റെ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സ്നേഹം വർദ്ധിപ്പിക്കുവാൻ ഞാൻ നിങ്ങളും തയ്യാറാവണം. കർത്താവേ, എൻ്റെ സ്നേഹം വർദ്ധിപ്പിക്കണമേ. ഞാൻ ഫലമുള്ളതായി തീരുക എന്ന് പറയുന്നത് എൻ്റെ സ്നേഹം വർദ്ധിപ്പിക്കണമേ, എൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കണമേ. ജീവിതയാത്രയിലെ അസന്തുഷ്ടിയും ദുഃഖവും ഇന്ന് പറഞ്ഞു, സ്തോത്രം, നമ്മുടെ ചേഞ്ചസ്. വിജയ് സാക്ഷ്യം പറഞ്ഞു, നമ്മുടെ കുഞ്ഞ് എലീഷയോട് വന്നത് അവരുടെ ലൈഫിനെ ഒത്തിരി ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു. പിള്ളേരുണ്ടാകുമ്പോഴേ പിള്ളേരില്ലാതെ അതിൻ്റെ വ്യത്യാസം ഭയങ്കര ബിഗ് ഡിഫറൻസ് ആണ്. സ്തോത്രം, അത് ഞങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്കറിയാം. പിള്ളേരുണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന മെച്യൂരിറ്റി ഡിഫറൻസ് ആണ്. പിള്ളേരുണ്ടായിക്കൊണ്ടാകുമ്പോണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒത്തിരി. ആ പിള്ളേരുടെ എണ്ണം കൂടിക്കുമ്പോൾ കൂടുതൽ മെച്ചുവർഡാകും. അങ്ങനെ അധികം കൂടുതൽ മെച്ചുവർഡാക്കി മാറ്റുന്നത്. അതിനു മുമ്പ് പലപ്പോഴും പിള്ളേരില്ലാത്തവരെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അതിൻ്റെ ആ സിറ്റുവേഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും പല കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാറില്ല. എന്നാൽ പിള്ളേരോട് വന്നു കഴിയുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും നമ്മളെ ദൈവം ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. മെച്ചുവേർഡായി മാറുന്നു. പറഞ്ഞത് ആ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാരണമാകുന്നു. ആത്മാവിൻ്റെ ഫലം സ്നേഹമാണ്, സന്തോഷമാണ്. എന്ത്? ജീവിതയാത്രയിൽ നിന്റെ ജീവിതം ദുഃഖ സമ്പൂർണമായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു ദൈവ പൈതലെ നീ സന്തോഷിക്കുവാൻ കഴിയട്ടെ. ഇന്ന് പാടി പറഞ്ഞല്ലോ, ജീവിതത്തിൻ്റെ എപ്പോഴും സന്തോഷിപ്പിൻ, എല്ലാ കാലത്തും സന്തോഷിപ്പാൻ ദൈവം നിനക്ക് കൃപ നൽകുന്നതാണ്. ഒരു ദൈവത്തിൻ്റെ പൈതലാണ് നീ എന്നതിൻ്റെ തെളിവായി നിനക്ക് കാണുവാൻ കഴിയുന്നത്. Here, when we talk about producing fruits and keeping with repentance, then those fruits are referred to as the fruits of the Holy Spirit. We need to make sure that we have all those fruits inculcated in us. And if we think that if there's anything in our lives that has changed the love or the joy that we had in our lives, then we should pray to God that we should have the same level of love, joy, peace, everything in our life. See, ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് എന്നെ ആഗ്രഹമുണ്ട്. നിങ്ങൾ പറയട്ടെ, സമാധാനം. അസമാധാനമില്ലാതെ ഇരിക്കുന്ന വളരെ ഭാരമേറിയ അനുഭവത്തിലൂടെ നീ കടന്നു പോകുമ്പോഴും ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അവൻ എൻ്റെ സമാധാനമാണ്. അവൻ എനിക്ക് സമാധാനം. ഞാൻ നിനക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. ലോകം തരുന്നൊരു സമാധാനമല്ല. എന്തെല്ലാം ആടി ഉലയുന്ന നിന്റെ ജീവിതത്തെ മുക്കിക്കളയുന്ന പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോഴും ദൈവ പൈതലേ, നീ ഒരു ദൈവ പൈതലാകിയാൽ കർത്താവിനോട് കൂടെയുള്ളത് കൊണ്ട് നിന്റെ സമാധാനം കർത്താവ് നിന്റെ ഹൃദയത്തിൽ പകർന്നു തന്നിട്ടുണ്ട്. അതാണ് നീ ഒരു ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ളതിൻ്റെ തെളിവതാണ്. നിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സമാധാനമായിരിക്കുക, സന്തോഷമായിരിക്കുക. ദുഃഖസാന്ദ്രമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലും നീ ആനന്ദത്തോടിരിക്കുക. കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ ഭാവി അറിയുന്നവൻ,
ദൈവമാണ്. നിന്റെ നാളുകളെ അറിയുന്നവൻ ദൈവമാണ്. നിന്റെ കറണ്ട് ഇഷ്യൂസിനെ അറിയുന്നവൻ ദൈവമാണ്. നിന്റെ പ്രസന്റ് ടൈമിലുള്ള ഇഷ്യൂസിനെ ഒക്കെ സോൾവ് ചെയ്യുവാൻ, ഇല്ലാതാക്കുവാൻ അവൻ്റെ ഒരു വാക്കുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിവുള്ള ദൈവം നിന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശ്വസിക്കുക, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിന്നെ ശാശ്വതമായ എല്ലാ ആ തീരത്തേക്ക് എത്തിക്കുവാൻ അവൻ നിന്നോട് കൂടെയുണ്ട്. നിനക്ക് സമാധാനം നൽകുവാൻ വാക്കുകൾക്കപ്പുറത്ത് നിന്റെ ഹൃദയത്തെ കംഫോർട്ട് ചെയ്യുന്ന ഒരു യേശു നിന്നോട് കൂടെയുണ്ട്. അതാണ് ആത്മാവിൻ്റെ നിന്റെ ജീവിതയാത്രകൾ ഓർക്കണം. ഒരു ആത്മാനസാന്തരത്തിന്റെ ഫലം എന്ന് പറയുന്നത് നീ ഒരു ട്രൂലി റിപ്പന്റഡ് ചൈൽഡ് ഓഫ് ഗോഡ് ആണെന്ന് നിന്നിലൂടെ, നിന്റെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട് വരും. അതാണ് ശരിയായ ആത്മീയത എന്ന് പറയുന്നത്. If we are a truly repentant child of God, then no matter how disturbed phase of life we are going through, God is going to come into our lives as the peace. He is going to give us peace in all the difficult situations in our lives. We just need to believe that we are the children of God, and He is going to take care of everything because He has our future planned, just like our past and present was planned by Him. Praise the Lord. സ്തോത്രം. ഇന്ന് ഞാൻ ഓരോ വാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ എൻ്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വേഗം മുമ്പോട്ട് പോകുന്നു. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞൊരു ഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ട് മാത്യു ചാപ്റ്റർ 7:15-23 നമ്മുടെ വായിച്ചു. മാത്യു 3:10 നാം വായിച്ചു. സ്തോത്രം. നല്ല ഫലം കായ്ക്കാത്തതിനെല്ലാം ഈ പിതാവ് അവൻ കോടാലി വെച്ചിരിക്കുന്നു, അവൻ വെട്ടി തീയിലിടുന്നു. സ്തോത്രം. മാത്യു 7:15-23 ശബ്ദത്തിൽ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾ നേരത്തെ ഓർപ്പിച്ചല്ലോ, കർത്താവ് ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തയിലുള്ള ആ ഫ്രൂട്ട്സ് ആണോ എന്നില്ല. ലോകത്തിൻ്റെ ചിന്തയിൽ അവൻ എത്ര പ്രശസ്തനാണ്, എത്ര രോഗികളെ സൗഖ്യമാക്കി, എത്ര പേര് അവരുടെ ശുശ്രൂഷയിൽ വായിച്ച് കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തു എന്ന് ആ നാളിൽ പലരും എന്നോട് പറയും. പക്ഷേ കർത്താവ് പറഞ്ഞ മറുപടി, കർത്താവ് തന്നെ പറഞ്ഞതാണ്, എന്നാൽ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ, എന്നെ വിട്ടു പോകുവീൻ. അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ സാധ്യമല്ല. അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധ്യമല്ല. ഇന്ന് ഈ സായങ്കാലം നമ്മെ തന്നെ ചേഞ്ച് ചെയ്യുവാൻ 2025 പ്രാരംഭ സൺഡേയിൽ ഞാൻ ഓർപ്പിച്ച പോലെ നമ്മുടെ സ്കോറിംഗ് ഷീറ്റിൽ പോസിറ്റീവ് പോയിന്റ് തന്നെ വന്ന് വീഴട്ടെ, നെഗറ്റീവ് പോയിന്റ്സ് ഇല്ലാതായിരിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. As I reminded earlier that bearing good fruits does not mean gaining name and fame in the world or gaining popularity. Similarly, it is reminded in these verses here that many will come to the Lord by saying that they have preached the word of God or done prophecies or miracles, but at that time God will say that, get away from me, you evildoers. So bearing good fruit does not mean gaining popularity, but following repentance and following His word. ഇവിടെ നമ്മുടെ കർത്താവ് തന്നെ പറയുക, കള്ളപ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിപ്പീൻ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിപ്പീൻ. അവരെന്ത് ചെയ്യുന്നു? ആടുകളുടെ ഫോൾസ് പ്രോഫറ്റ്സ് അവര് ഷീപ്സ് ക്ലോത്തിങ് ഇട്ടുകൊണ്ട് നിന്റെ അരികിലേക്ക് വരും. പക്ഷെ കർത്താവ് തന്നെ പറയുക, നിങ്ങൾ അവരെ സൂക്ഷിപ്പീൻ എന്ന് കർത്താവ് ഇവിടെ ഒരു വാർണിംഗ് പോലെ നമ്മോട് നൽകുകയാണ്. Here God is giving us a warning to watch out for false prophets, for they will come like sheep and goats, but they will be ferocious wolves, so you should be aware of them. ഇവിടെ വായിക്കുന്ന അവരുടെ ഫലത്താൽ
നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാനുള്ള ഏക മാർഗം ഒന്നേ ഉള്ളൂ. അണ്ടർസ്റ്റാൻഡ് ദ ഫ്രൂട്ട്സ് വാട്ട് ദേ പ്രൊഡ്യൂസ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് റൈറ്റ് ആണോ റോങ് ആണോ നോക്കുക. ആത്മാവിൻ്റെ ഫലം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രീ നല്ലതാ, അല്ലെങ്കിൽ ആ ട്രീ മോശമാ. ഇതാ നാം പറയുന്നത്. സോ അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുക, അതുകൊണ്ട് ഇവിടെ ആ ഫ്രൂട്ട്സ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അതിൽ നിന്ന് അവരെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് കഴിയും. Here we are reminded that the only way to recognize such people is by their fruits. And if they bear the fruits of the holy, if they do not bear the fruits of the, we should be able to recognize them that they are not the fruits of the good tree. ഇവിടെ കർത്താവ് ഒരു ഉദാഹരണമായിട്ട് പറയുക, മുന്തിരി സ്തോത്രം നല്ല ഫ്രൂട്ടാണ്. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴം ഉണ്ടാകത്തില്ല, ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുവാൻ സാധ്യമല്ല. ആ നല്ല ട്രീസിന് മാത്രമേ നല്ലത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നു. And here God is showing us an example that we can never pick grapes from thorn bushes or figs from thistles. So it means that we can never get a good fruit from a bad tree or a bad fruit from a good tree. കർത്താവ് ഓർപ്പിക്കുകയാണ്, നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. Here we are reminded that a good tree bears good fruits and a bad tree bears bad fruits. See, let me read this translation. Every healthy tree bears good fruit, but diseased tree bears bad fruit. Praise the Lord. മനസ്സിലായെന്ന് തോന്നുന്നു. Every good tree, healthy tree, ഏതാ ട്രീ? Healthy tree. Every healthy tree bears good fruit. Every diseased tree bears ബാഡ് ഫ്രൂട്ട്. നമ്മൾ എവിടെ നിൽക്കുന്നു? നാം ഹെൽത്തി ട്രീ ആണോ അതോ ഡിസീസ്ഡ് ട്രീ ആണോ? ഇന്ന് രാത്രി കർത്താവിൽ ഇരിക്കുമ്പോൾ നമ്മെ തന്നെ നോക്കുക, നല്ല ഫലം കായ്ക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ, അതോ നാം ഡിസീസ്ഡ് ആണോ? ആ സ്തോത്രം, ഡിസീസ്ഡ് ആണോ ഹെൽത്തി ആണോ? ആർ യു സ്പിരിച്വലി ഹെൽത്തി or are you spiritually diseased? നിങ്ങളുടെ ശ്രദ്ധ വേറെങ്ങും പോകരുത്, ദൈവം ശ്രദ്ധിക്കണം. പ്രേമമായി ഓർപ്പിക്കട്ടെ, കർത്താവിലേക്ക് ഓർപ്പിക്കുക. ഇന്ന് രാത്രി ദൈവത്തിലേക്ക് നമ്മെ സമീപിക്കുക. നാം ആകുന്ന ട്രീ ഒരു ഹെൽത്തി ട്രീ ആണോ അതോ ഒരു ഡിസീസ്ഡ് ട്രീ ആയിട്ടാണോ ആയിരിക്കുന്നത്? ഡിസീസ്ഡ് ട്രീ ആണെങ്കിൽ അതിനെ ട്രീറ്റ്മെൻറ്റ് നാം ചെയ്തേ പറ്റൂ. കർത്താവിൻ്റെ വചനത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ വചനം നമ്മെ ട്രീറ്റ് ചെയ്യുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ശുദ്ധി ചെയ്യുന്നതാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ വചനം നമ്മെ ശുദ്ധി ചെയ്ത് നമ്മുടെ അഴുക്കിനെ എടുത്തു മാറ്റുന്നതാണ്. ഈ 2025 ഫസ്റ്റ് സൺഡേയിൽ ഒരു ദൈവത്തിൻ്റെ വളരെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, let our tree be healthy tree, not a diseased tree. Then only we will be able to bear good fruit for the Lord. We need to examine ourselves that are we like the healthy tree or the diseased tree? And if we are like the diseased tree, then we need to get treatment to bear good fruits, and the treatment to get good fruits is the word of God. കർത്താവ് തന്നെ പറയുന്ന ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. കർത്താവിനെ പറയുകയാണ്, സ്തോത്രം, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്ക് നമ്മൾ ആദ്യം പറഞ്ഞത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഇവിടെ ഫലം കായ്ക്കുന്നതിന് ആർക്ക് നല്ല ഫലം കായ്ക്കാൻ കഴിയും? നല്ല ഫലത്തിന് ഹെൽത്തി ട്രീക്ക് മാത്രമേ നല്ല ഗുഡ് ഫ്രൂട്ട്സ് ബെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു ഡിസീസ്ഡ് ട്രീ ആണെങ്കിൽ നിനക്ക് നല്ല ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് കർത്താവ് വിഭാഗത്തിൽ ഓർപ്പിക്കുന്നത്. വീണ്ടും കർത്താവ് പറയുക, നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. Here, we are also reminded that a healthy tree cannot bear bad fruits and a diseased tree cannot bear good fruits. അടുത്ത വാക്യം വേഴ്സ് 19 പറയുക, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. In English, please. In verse 19 it is said that every tree that does not bear good fruit is cut down and thrown into the fire. See, നമ്മൾ വിചാരിക്കും ഫലം കായ്ക്കൊന്നും വേണ്ട, ഞാൻ അങ്ങനെയൊന്നും ഫലം കായ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഫലം കായ്ക്കൊന്നും വേണ്ട എന്ന് ഞാനോ നിങ്ങളോ ആരെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുക, നല്ല ഫലം കായ്ക്കാത്തതിനെയൊക്കെ എന്ത് ചെയ്തു? വെട്ടി തീയിലിടുന്ന സമയമുണ്ട്. അതുകൊണ്ട് അത് തന്നെയാ സ്നാപകൻ യോഹന്നാനും പറഞ്ഞ വാക്കുകൾ എന്താണ്? ഇതാ ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്തൊക്കെയും അവൻ വെട്ടി തീയിലിടുന്നു. ഭയപ്പെടണം. ഇന്ന് രാത്രി ഭയപ്പെടണം. കർത്താവിനെ
ഭയപ്പെടണം, നാം ദൈവത്തെ ഭയപ്പെടണം. നല്ല ഫലം കായ്ക്കാൻ മനസ്സില്ലാതെ നീ ആയിപ്പോകരുത്, നീയും ഞാനും ആയിപ്പോകരുത്. നല്ല ഫലം കായ്ക്കുവാൻ ഇന്ന് രാത്രിയും ദൈവത്തിൻ്റെ വചനം നമ്മോട് ഷെയർ ചെയ്യുമ്പോൾ, എന്നോട് ദൈവം നൽകിയ വചനം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഷെയർ ചെയ്യുകയാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പൻ. ഇന്നലെ വരെ കായ്ച്ചുകൊണ്ടുന്ന ഫലമല്ല നീ ഇനി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നീ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഫലം മാനസാന്തരത്തിന് യോഗ്യമായ മാനസാന്തരത്തിൻ്റെ ഫലം, മാനസാന്തരത്തിൻ്റെ തൽഫലങ്ങൾ, നിന്നുണ്ടായ വ്യത്യാസങ്ങളുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണം. അങ്ങനെ മാറിയില്ല എങ്കിൽ നാം ഓർത്തുകൊള്ളണം, ഇതാ കർത്താവ് പറയുക, നല്ല ഫലം കായ്ക്കാത്തതിനെയൊക്കെ കർത്താവ് പറയുന്നു അവൻ വെട്ടി തീയിലിടുന്നു. നല്ല ഫലം കായ്ക്കണ്ട എന്ന് നീ കരുതി ഇതുപോലെ പോയാൽ മതി എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരി, പ്രിയ സഹോദര, പ്രിയ ചൈൽഡ് ഓഫ് ഗോഡ്, ദൈവം നിന്നെ വെട്ടി തീയിലിടുന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അതുകൊണ്ട് ഭയപ്പെടണം. ഇല്ല, ഞാൻ അതിന് സമ്മതിച്ചു കൊടുക്കത്തില്ല. ഈ വർഷം എൻ്റെ ജീവിതത്തിലെ ചേഞ്ചസിന്റെ വർഷമാണ്. ഞാൻ ഈ വർഷം ഒരിക്കലും ഒരു ഡിസീസ്ഡ് ട്രീ ആയി ഞാൻ ഇരിക്കത്തില്ല. ഞാൻ നല്ല ഫലങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, എൻ്റെ ജീവിതത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ഞാൻ കർത്താവിന് വേണ്ടി ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്നുള്ള ഒരു തീരുമാനം നിങ്ങളിലുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ വർഷമാണ് ഈ വർഷം. ദൈവം നിങ്ങളെ മാറ്റുന്ന വർഷമാണിത്. നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ട്. നിങ്ങൾ നിത്യജീവന്റെ അവകാശികളായി മാറും. ഇല്ല, നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ, നിങ്ങൾ ഗുഡ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തയ്യാറല്ലെങ്കിൽ, കോടാലി വാതിൽക്കൽ വെച്ചിരിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ ഭാഷയിൽ പറഞ്ഞു, കോടാലി നിന്റെ വൃക്ഷത്തിന്റെ ചുവട്ടിലുണ്ട്. ദൈവം നിന്നെ വെട്ടിക്കളയും. വെട്ടിക്കളയാതിരിക്കണമെങ്കിൽ ഇനിയും ഇപ്പോഴും വെട്ടിക്കളയാതെ നിന്നെ വെച്ചിരിക്കുന്നത് ഇനിയും ഫലം കായ്ക്കും. പിന്നെയും വർഷം കൂടെ തരികയാണ്, ഒരു വർഷം കൂടെ തരികയാണ്. ഫലം കായ്ക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഒരു വർഷം കൂടെ കർത്താവ് എക്സ്റ്റെൻഡ് ചെയ്ത് നിനക്ക് തരികയാ. ഇന്ന് രാത്രി മാനസാന്തരപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ദൈവത്തിന് വേണ്ടി ഫലം കൊടുക്കാൻ തയ്യാറാകുക. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന വർഷമായിരിക്കും. Sometimes we might not give so much importance to bearing good fruits, but we need to understand that just like the diseased tree that produces bad fruits, God can place an axe under the tree and cut down the tree and put into fire. So we should fear the Lord and make sure that we are bearing fruits in line with repentance, because God has got great plans for us and a lot of blessings for us. All we need to do is bear fruits in keeping with repentance. Amen. Thank you. See, John chapter 15 verse 8, അവിടെ കർത്താവ് പറഞ്ഞ് ആ ബെയറിംഗ് ഫ്രൂട്ട്സിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ഭാഗം കൂടെ നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിക്കുക. ജോൺ ചാപ്റ്റർ 15 verse 8. മതി. See in English. See, കർത്താവോട് പറയുക, നിങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആരും ഇവിടെ നിന്ന് ഉറങ്ങരുത്, ദയവ് ചെയ്ത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം ശ്രദ്ധിക്കുമ്പോൾ ഓർക്കുക, കർത്താവിനോട് പറയുക, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. എങ്ങനെ ഫലം കായ്ക്കണം? ഇത് നിങ്ങൾ പറഞ്ഞു. എന്തോ ഉത്തരം വന്നത്? എങ്ങനെ ഫലം കായ്ക്കാൻ കഴിയും? മാനസാന്തരപ്പെടാതെ ഫലം കായ്ക്കാൻ പറ്റത്തില്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. പിന്നെ നാം അടുത്ത് വെച്ചു, ഫലം എന്തുള്ള ഫലങ്ങളാ? കാണുന്ന ഫലങ്ങളൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലുള്ള ഫലങ്ങളല്ല. ആത്മാവിൻ്റെ ഫലങ്ങൾ തന്നെ പുറപ്പെടുവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്തെല്ലാം കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ വന്നു പോലും ആത്മാവിൻ്റെ ഫലങ്ങൾ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ പാടില്ല. അത് തൊട്ടും പോകില്ലോ. ജഡത്തിലെ ക്രിസ്തുവേശുള്ളവർ ജഡത്തെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിട്ട് പരിശുദ്ധ ആത്മാവിൻ്റെ ഫലങ്ങൾ നീ പുറപ്പെടുവിക്കുന്നവനായി തീരണം. ഇത് രണ്ടാമത് പറഞ്ഞു. എങ്ങനെ ആ ഫലങ്ങൾ? അടുത്തത് മൂന്നാമത് ഓർപ്പിക്കട്ടെ, നിങ്ങൾ വളരെ ഫലം കായ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഫലങ്ങൾ എങ്ങനെയാ? കുറച്ചുള്ള ഞങ്ങളോടല്ലോ, നീ ഫലം കായ്ക്കുവാൻ തയ്യാറല്ല എങ്കിൽ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ കോടാലി കർത്താവ് തന്നെ വെച്ചിരിക്കുക. അത് ദൈവം നീ ആകുന്ന മരത്തെ വെട്ടി തീയിലിടും. എന്നേക്കുമുള്ള തീയിലേക്ക് നിന്നെ തള്ളിക്കളയുന്ന സമയമുണ്ട്. അതുകൊണ്ട് മനസാന്തരപ്പെട്ട് കർത്താവിന് വേണ്ടി ഞാൻ ഫലം കായ്ക്കുമെന്ന് തീരുമാനിച്ച് കർത്താവിന് സമർപ്പിക്കുമോ? ദൈവം നിന്നോട് കരുണ കാണിക്കുന്ന വർഷമാ. മൂന്നാമത് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, നീ വളരെ ഫലം കായ്ക്കുമെന്ന് ദൈവമെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. Here John is reminding us that if we bear much fruit, that is the fruits of the Holy Spirit, then it leads to the Father's glory. So we should make sure that we're bearing or producing the fruits of the Holy Spirit and not the fruits of this world. And when we bear good fruits, we escape from that fire.
നാം ഫലം കായ്ക്കുമ്പോൾ, ഇവിടെ ആ വചനത്തിൽ കർത്താവ് പറയുകയാണ്, യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഭാഗമാണിത്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ ആര് മഹത്വപ്പെടുന്നു? നിങ്ങളല്ല മഹത്വപ്പെടുന്നേ, എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിന്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, ഒറ്റപ്പെടലുള്ള മധ്യത്തിൽ, നിന്ദകളുടെ മധ്യത്തിൽ, ആക്ഷേപങ്ങളുടെ മധ്യത്തിൽ, സങ്കടങ്ങളുടെ മധ്യത്തിൽ, ക്ലേശങ്ങളുടെ മധ്യത്തിൽ നീ വിഷമിക്കുമ്പോൾ എൻ്റെ പിതാവ്, നീ ഫലം കായ്ക്കുന്നുവെങ്കിൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ആ പ്രതിസന്ധികളുടെ ഒക്കെ മധ്യത്തിൽ യോബിനെ പോലെ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നുള്ള ചിന്തയോടെ നാം ആയിരിക്കുമ്പോൾ, ആ ചിന്തയിൽ നമ്മെ ഭരിക്കുമ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ ഫലം കായ്ക്കുമ്പോൾ ആര് മഹത്വപ്പെടുന്നു? എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. Here we are reminded that through all the adversaries in our lives, no matter what we are going through, if we are able to bear good fruits of the Holy Spirit, then it leads to the glory of the Father. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം മുഴുവൻ അറിയും. Praise the Lord. And like that you will be known as the disciples. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ, നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്റെ സ്ഥലത്ത്, നിന്റെ കമ്മ്യൂണിറ്റിയിൽ, നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ സ്കൂളിൽ, നിന്റെ കോളേജിൽ, നീ ആയിരിക്കുന്ന സ്ഥലത്തിൻ്റെ സഭയ്ക്കകത്ത് നീ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുമ്പോൾ, പിതാവ് മഹത്വപ്പെടുന്ന ഫലം കായ്ക്കുമ്പോൾ, ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ ഒന്നും വെളിപ്പെടാതെ പോസിറ്റീവ് പോയിന്റ്സ്, ആത്മാവിൻ്റെ ഫലം നീ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ എൻ്റെ ശിഷ്യനെന്ന് യേശു നിന്നെ നോക്കി സന്തോഷിക്കുന്നു. നമ്മെ നോക്കി ലോകം സന്തോഷിക്കും. ഇവൻ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യനാണ്, ഇവൻ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യനാണെന്ന് ലോകം നമ്മെ, സ്തോത്രം, നമ്മെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയമുണ്ട്. നമ്മുടെ പേരിനകത്ത് ക്രിസ്തു ശിഷ്യൻ എന്നുള്ള ആ വലിയ നമ്മുടെ പേരിലോ നമ്മുടെ വാക്കുകൾക്കപ്പുറത്ത് നമ്മുടെ ജീവിതമാണ് നമ്മെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണോ അല്ലയോ എന്ന് ലോകം നമ്മെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. Be it our workplaces or any other place, be it our church, houses, workplaces, anywhere, if we are able to produce the spirits of the Holy Spirit in all the adverse conditions as well, for the glory of the Father, then we'll be known as the disciples of Jesus Christ. നീ വളരെ ഫലം കായ്ക്കുന്നത് പ്രൂവ് ചെയ്യുകയാണ് വായിക്കുന്നത്, proving that you are the disciples. നീ വളരെ ഫലം കായ്ക്കുന്നതിനാൽ നീ പ്രൂവ് ചെയ്യുന്നത് നീ ഒരു ക്രിസ്തുവിൻ്റെ റിയൽ ട്രൂ ഡിസൈപ്പിൾ ആണെന്ന് നീ ദൈവത്തിൻ്റെ മുമ്പാകെ നീ പ്രൂവ് ചെയ്യുന്നു. ലോകം നിന്നെ അത് മനസ്സിലാക്കുന്നു. നിനക്ക് ഇപ്പം ലേബലൊന്നും കാണത്തില്ല, പക്ഷെ ലോകത്തിൽ നീ അറിയും നീ കർത്താവിൻ്റെ ശിഷ്യനാണ്. ദൈവം അറിയും, ലോകത്തിലും നിനക്കത് മനസ്സിലാകാൻ കഴിയും. You will be able to prove to the world, not by showing any label, but the God will know and the world will know that you are a true child or the disciple of the God by bearing good fruits of the Holy Spirit in all the adverse conditions for the glory of the Father. Amen. How can we bear much fruit? എങ്ങനെ? ഇവിടെ കർത്താവ് പറഞ്ഞേക്കുന്നത്, നീ ഫ്രൂട്ട് കൊടുത്തില്ലെങ്കിൽ, നല്ല ഫലം കായ്ക്കുവാൻ തയ്യാറല്ലെങ്കിൽ, ഓർക്കുക എവിടെ ഇരിക്കുന്നു? നിന്നെ വെട്ടി തീയിലിടും. തീ, സ്തോത്രം, നരകം, ഗന്ധം കത്തുന്ന തീ പൊയ്യുക, അതിലേക്ക് നിന്നെ തള്ളിയിടും. അതുകൊണ്ട് ഫലം കായ്ക്കുവാൻ നീ തയ്യാറായിക്കോ. ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലമാ. നിന്റെ ജീവിതത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന കോപവും ക്രോധവും ശാഠ്യവും ദ്വന്ദ്വപക്ഷവും ഭിന്നതയും അസൂയയും സന്തോഷമില്ലായ്മയും സമാധാനമില്ലായ്മയും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാറ്റിവെച്ച് ഇനി മുതൽ ആ ഫലമല്ല നിന്ന് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, മറിച്ച് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇന്ദ്രിയ ജയം എന്താണെന്ന് പറയാൻ മലയാളമല്ലോ. അത് ടെംപ്റ്റേഷൻസിനെ ഓവർകം ചെയ്യാനുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് എല്ലാം നിന്നിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത നീ ഏറിയ ഫലം കായ്ക്കുവാൻ അങ്ങനെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഏറിയ ഫലം, വളരെ ഫലം കായ്ക്കുവാൻ 2025 ഇന്നലത്തെക്കാളും കൂടുതൽ ഫലം കായ്ക്കുവാൻ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. We might think that it's not important to bear fruit, but we need to remember that if we do not bear the fruits of the Holy Spirit and continue in our bad habits, then the axe is just under us and God is going to cut us and put into the fire of the hell. So we need to pray to God to enable us to bear the good fruits of the Holy Spirit. How can we bear much fruit? എങ്ങനെയാണ് കൂടുതൽ ഫലം കായ്ക്കാൻ കഴിയുന്നത്? ആ ഭാഗത്ത് തന്നെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 2 എന്ന് വായിച്ചാട്ടെ. എവരിവൺ ലുക്ക് അറ്റ് ദ സ്ക്രിപ്ചർ. ബൈബിൾ കൊണ്ടുള്ളവരെല്ലാം ബൈബിൾ ഒന്ന് തുറന്ന് നോക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 2.
കാപ്പി ഉണ്ടാക്കാൻ ആരും പോകരുത്. അതിനാണ് പോകുന്നെങ്കിൽ കാപ്പി ഉണ്ടാക്കാനൊന്നും ആരും പോകരുത്. ഞാൻ പറഞ്ഞത് അതിന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ മെസ്സേജ് കഴിഞ്ഞിട്ട് മാത്രമേ കാപ്പി ഉണ്ടാക്കാനും ചായ കൊണ്ട് എല്ലാവരും പോകരുത്. ഈ വർഷത്തെ നിയമം അങ്ങനെ തന്നെയാണ്. ആരും അതിനു മുമ്പ് എഴുന്നേറ്റ് പോകരുത്. മെസ്സേജ് കഴിഞ്ഞ ശേഷം പ്രാർത്ഥിക്കാൻ, പിന്നെ രാജേഷ് ലീഡ് ചെയ്യുന്നു, രാജേഷ് മുമ്പോട്ട് വരും. പ്രാർത്ഥിക്കാൻ നേരത്ത് പിന്നെ ഓക്കെ നിങ്ങൾക്ക് പോകാൻ ഉണ്ടെങ്കിൽ അത് ഞാൻ പറയാം വരുന്നുണ്ട്. സഹോദരം, ഈ ഇവിടെ വായിച്ചു സമയമുണ്ട്. കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. ഇവിടെ പറയുക കായ്ക്കാത്തതൊക്കെയും, നേരത്തെ പറഞ്ഞ പോലെ കായ്ക്കാത്തതൊക്കെയും ദൈവം ഒരു രക്ഷയില്ല, ദൈവം നീക്കിക്കളയുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ എൻ്റെ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ പറയാം, കായ്ക്കാൻ നാം റെഡി അല്ലെങ്കിൽ, നല്ല ഫലം കായ്ക്കാൻ റെഡി അല്ലെങ്കിൽ നമുക്കതിന് മുമ്പിൽ നമുക്ക് ഓപ്ഷൻ ഇല്ല. ദൈവം നീക്കിക്കളയും, ദൈവം അത് തീയിലിട്ട് കളയുന്നുണ്ട്. എന്നാൽ കായ്ക്കുന്നത് എന്ത് ചെയ്യുന്നു? അധികം ഫലം കായ്ക്കേണ്ടതിന്, മോർ ഫ്രൂട്ട്സ് ബെയർ ചെയ്യാൻ, ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ചെത്തുന്നു, ചെത്തി വെടിപ്പാക്കുന്നു. Here in John chapter 15 verses 2, it said that he cuts off every branch in me that bears no fruit, while every branch that does bear fruit he prunes, so that it will be even more fruitful. നീ ദൈവത്തിന് വേണ്ടി ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നെ കൂടുതൽ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കാം. പ്രൂൺ ചെയ്യുന്നു എന്നതിൻ്റെ കാരണം ദൈവം നീ മോർ ഫ്രൂട്ട്സ്ഫുൾ ആകാനാണ്, മോർ ഫ്രൂട്ട്ഫുൾ. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലം നീ ഇനിയും പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ നിൻ്റെ ലൈഫ് പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ നിൻ്റെ പേഴ്സണാലിറ്റിയെ കംപ്ലീറ്റ്ലി കർത്താവ് ചേഞ്ച് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സെയിം സ്വഭാവത്തിലേക്ക് നീ വരണം. ആത്മാവിൻ്റെ ഫലം നിന്നെ പ്രൂൺ ചെയ്ത് ആത്മാവിൻ്റെ വരം ഉണ്ടായിത്തീരാൻ വേണ്ടി അല്ല നീ വിചാരിക്കരുത്. ആത്മാവിൻ്റെ വരപ്രാപ്തരാവാനല്ല നിന്നെ പ്രൂൺ ചെയ്യുന്നത്. നിന്റെ ജീവിതത്തിലുള്ള കോപവും ക്രോധവും ശാഠ്യവും അസൂയയും സ്നേഹമില്ലായ്മയും അസന്തുഷ്ടിയും ദൈവത്തോടുള്ള അവിശ്വാസവും ഒക്കെ മാറ്റി ദൈവത്തിൽ പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിച്ച് ആശ്രയം വെച്ച് നിന്നെ പ്രൂൺ ചെയ്യുന്നത്, നിന്നെ ആത്മാവിൻ്റെ ഫലങ്ങൾ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്ന നീ ഫലം കായ്ക്കുന്നതിനാൽ നീ അല്ല മഹത്വപ്പെടുന്നത്. നീ നിന്ദിക്കപ്പെടുന്ന പോലെ തോന്നിയാലും നിന്റെ പിതാവ് മഹത്വപ്പെടുകയാണ്. അത് നീ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഇനിയും സമർപ്പിക്കുക. നീ പ്രൂൺ ചെയ്യപ്പെടുന്നുണ്ടോ? വീണ്ടും സമർപ്പിക്കുക. കർത്താവേ, ഞാനിതാ എന്നെ വീണ്ടും സമർപ്പിക്കുന്നു. ഞാൻ എന്നെ ചേഞ്ച് ചെയ്യുകയാണ്. ആത്മാവിൻ്റെ ആ ഫലങ്ങൾ കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആകുവാൻ, ബെയറിംഗ് ഗുഡ് ഫ്രൂട്ട്സ് എൻ്റെ ആറ്റിറ്റ്യൂഡിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും മാറ്റം നീ വരുത്തണമേ. അതാ ഞാനതിനു വേണ്ടി വില്ലിങ് ആണ്. ഞാനതിനെ സമർപ്പിക്കുന്നു. ആ സമർപ്പിക്കുന്നവരെ ദൈവം നിന്റെ ആ പ്രൂണിങ് സ്റ്റേജ് ദൈവം മാറ്റും. നീ കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആയി മാറുന്ന കർത്താവ് കഴിയുമ്പോൾ, നീ കൂടുതൽ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ, നിന്നെ ആദ്യം ചെത്തിയാൽ പോലും വേദന തോന്നിയാലും നീ അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ ദൈവം നിന്നെ കുറിച്ച് പദ്ധതിയിട്ടുണ്ട്. Here the scripture is trying to remind us that even if we are bearing good fruit, then also God is trying to prune us so that we are more fruitful, and we are bearing all good fruits of the Holy Spirit. That pruning might be painful at times, but we should remember that God is just trying to refine us. ഒന്നാമത് ഞാൻ പറഞ്ഞു, how can we bear much fruit? നിന്റെ പ്രൂണിങ്സ്, ദൈവം നിന്നെ പ്രൂൺ ചെയ്യുമ്പോൾ, നിന്നെ ചെത്തുമ്പോൾ അത് നിനക്ക് കൂടുതൽ ഫ്രൂട്ട്ഫുള്ളായി മാറുവാൻ ദൈവം നിന്നെ പ്രാപ്തനാക്കുന്നു. വീണ്ടും 15 സെയിം ചാപ്റ്റർ 4 and 5 എന്ന് വായിച്ചാണ്. സെയിം ചാപ്റ്റർ 15, ജോൺ ചാപ്റ്റർ 15 4 and 5. മതി. ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങളൊന്നും ഓർക്കുക, ഞാൻ ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി ഒരു എക്സാമ്പിൾ, കൊമ്പിന് ബ്രാഞ്ച് ഒരു സ്തോത്രം, ആ ബ്രാഞ്ചായ മുന്തിരിവള്ളിയുടെ ബ്രാഞ്ചിന് മുന്തിരിവള്ളിയോട് ചേർന്ന് വസിച്ചെങ്കിൽ മാത്രമേ വീണ്ടും ഫലം പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ എന്നതുപോലെ കർത്താവ് പറയുക, കർത്താവിനോട് വസിച്ചല്ലാതെ, കർത്താവിനോട് ചേർന്ന് വസിച്ചിട്ടല്ലാതെ നിനക്ക് ഫ്രൂട്ട്ഫുൾ ആകുവാൻ പറ്റില്ല. കർത്താവിനോട് ചേർന്ന് വസിക്കാത്തത്തോളം കാലം നീ കുറേ ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നിരിക്കാം. പക്ഷെ നീ വിചാരിക്കുന്ന നീ എല്ലാം നല്ല ഫ്രൂട്ട്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷേ അതെല്ലാം ആകാത്ത ഫ്രൂട്ടാ എന്ന് നീ മറന്നു പോകരുത്. സ്തോത്രം. കർത്താവിനോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നിൻ്റെ ഫ്രൂട്ട്സ് പ്രയോജനമുള്ളതാകുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക.
Just as a branch cannot bear fruit if it is away or does not remain in the vine, similarly, if God does not reside or remain in us and we in him, then we won't be able to bear any good fruits of the Holy Spirit. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അണ്ടിയോടെടുക്കണം മാങ്ങായുടെ പുളി അറിയാൻ. സ്തോത്രം. മലയാളത്തിൽ ചൊല്ല മാങ്ങ. നമ്മളെ കുറിച്ച് മാങ്ങ എന്ത് ചെയ്യാ? പുളിമാങ്ങയുടെ ഫ്രൂട്ട്സ് അല്ല കർത്താവ് നമ്മൾ പഠിക്കുന്നത്. സ്വീറ്റായ ഫ്രൂട്ട്സ് നമ്മളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ചെല്ലാം ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് പുളി, തിന്മയും ദുഷ്ടതയുമായ പുളി പുറപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ഫ്രൂട്ട്സാണ് വരുന്നതെങ്കിൽ ഓർത്തോണം, അത് ഡിസീസ്ഡാണ്. ആ ഡിസീസിനെ നാം ട്രീറ്റ് ചെയ്യുവാൻ വചനമെന്ന ആ പാല് കുടിച്ചുകൊണ്ടേയിരിക്കണം. വചനം ധ്യാനിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്കുള്ള വചനം നാം ഭക്ഷിച്ചുകൊണ്ടിരിക്കണം. നമ്മെ അത് ട്രീറ്റ് ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം നമ്മെ ട്രീറ്റ് ചെയ്ത് ശുദ്ധീകരിക്കും. നിങ്ങളിപ്പോൾ കേട്ട വചനം നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കി മാറ്റുന്നു. കർത്താവിൻ്റെ വചനം നമ്മെ ശുദ്ധി ചെയ്യും. ഇന്ന് രാത്രി കർത്താവിൽ വസിപ്പാൻ നാം തയ്യാറായെങ്കിൽ, കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ നാം തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. We should remember that if we are not able to bear sweet and good fruits of the Holy Spirit, then we are like the diseased tree that needs treatment. And the only treatment for such diseased trees is the word of God. So we need to make sure that we are residing and remaining in closeness with God so that we are able to bear good fruits of the Holy Spirit. നാം ഹോളി ആണെങ്കിൽ മാത്രമേ ദൈവത്തിന് വസിക്കുവാൻ കഴിയുകയുള്ളൂ. ഹോളി ടെമ്പിൾ മാത്രമേ കർത്താവിന് വസിക്കുവാൻ കഴിയുള്ളൂ. അൺഹോളിയായ എന്തെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവിനോട് വസിക്കുവാൻ കഴിയില്ല. ലെറ്റ് യുവർ ഹാർട്ട് ബി ഹോളി ഓൾ ദ ടൈം. ലെറ്റ് യുവർ ഹൗസ് ബി ഹോളി ഓൾ ദ ടൈം. നീ ആയിരിക്കുന്ന അന്തരീക്ഷം, നിന്റെ സ്ഥലം, നിന്റെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമായ നിന്റെ മന്ദിരത്തെ, നിന്റെ ശരീരത്തെ എപ്പോഴും ഹോളിയായി സൂക്ഷിപ്പാൻ ദൈവം നിനക്ക് കൃപ നൽകുമാറാകട്ടെ. And for God to remain in us or reside in us, the body that is the temple of our God should be as holy and as pure so that God is able to reside in us. Amen. John 15:10 വായിച്ചാട്ടെ. 15:10. കർത്താവ് എടുത്ത് പറയുകയാണ്, എങ്ങനെ കർത്താവിൽ വസിക്കാൻ കഴിയും? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ. കഴിഞ്ഞ ദിവസം ഫാസ്റ്റിംഗ് ബെൽ ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ മാത്രമേ, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ള ചിലർ എനിക്ക് കുറച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ പ്രയാസമാ എന്ന് പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ അങ്ങനെ ഒരിക്കലും പാടില്ല. ചിന്തിക്കരുത്. നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. കർത്താവ് ഒരു ഹെവി ബേർഡനൊന്നും എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടില്ല. അവൻ്റെ കൽപ്പന അനുസരിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. അതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ നാം തയ്യാറായാൽ കർത്താവ് നമ്മിൽ വസിക്കുവാൻ കാരണമാകും. കർത്താവ് നമ്മിൽ വസിച്ചാലാണ് കർത്താവിന് പ്രയോജനമുള്ള ഗുഡ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ബാഡ് ആയിരിക്കും, അത് ഡിസീസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് മാറി ഞാൻ കർത്താവിൽ വസിക്കും എപ്പോഴും. എനിക്ക് മറ്റാരെയും പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കാരുടെയും നല്ല അപ്രീസിയേഷൻ വേണ്ട. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി അതിൻ്റെ അവസാന ജീവൻ വരെയും അവസാനത്തെ ശ്വാസം പോകുന്നവരെയും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്നുള്ള തീരുമാനമായിരിക്കണം നമ്മുടെ തീരുമാനം. കർത്താവിനെ മാത്രം പ്രസാദിപ്പിക്കുവാൻ നാം ആഗ്രഹിക്കുക. അവനുമായുള്ള കൂട്ടായ്മ മാറിപ്പോകാതിരിക്കട്ടെ. കർത്താവിനോടുകൂടി എന്നും അത്താഴം കഴിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവുമായുള്ള കൂട്ടായ്മ നീ വിട്ടുപോകാതെ കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. For us to bear good fruits, we need to make sure that God remains in us. And for God to reside or remain in us, one of the most important things is to follow or keep in commandments of the Lord that He has provided. So our only task or our only aim should be to please the Lord and follow His commandments. See John 15:16 വായിച്ചു. 15:16 അടുത്ത വാക്യം അവിടെ നാം വായിക്കുന്നു. 15:16. നിങ്ങൾ പോയി ഫലം കായ്ക്കുവാൻ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്രം. കർത്താവ് പറയുന്നത് നിങ്ങൾ പോയി. ദൈവം നമ്മെ ഒരു രാജ്യത്തിൽ നീ രാജ്യത്തേക്ക് അയച്ചെങ്കിൽ എന്തിനു വേണ്ടിയാ? നിന്റെ ജോലി സ്ഥലത്ത് യു ഹാവ് ടു ബെയർ ഫ്രൂട്ട്സ്. നീ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ വേണ്ടിയാ.
നിൻ്റെ മണ്ഡലങ്ങളെല്ലാം നിൻ്റെ ചർച്ചിൽ നീ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നതായിരിക്കും. നീ ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കണം. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയായി നീ മാറണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കും. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ, നീ പോയി ഫലം കായ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിൻ്റെ എല്ലാ മേഖലകളിലും എവിടെയെല്ലാം നീ ആക്കി വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന് വേണ്ടി ഫലം കായ്പാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. ഒരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യം. Revelation chapter 20 verse 10. Yeah. See, ഓർപ്പിച്ചല്ലോ, ഫലം കായ്പാൻ കഴിയുന്നില്ല എങ്കിൽ, നല്ല ഫലം കായ്ക്കാത്തതിനൊക്കെ വെട്ടി തീയിലിടുന്നു എന്ന് നാം വായിച്ചു. ഇവിടെ ഇതാ പിശാചിൻ്റെ അനുഭവം. വഞ്ചിച്ച പിശാച് എപ്പോഴും ദൈവഭൃത്യന്മാർക്ക്, ദൈവമക്കൾക്കെതിരെ കുറ്റങ്ങൾ പറയുന്ന, കുറ്റാരോപങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പിശാചിനെ ഇത് ചെയ്യുന്നു. കള്ളപ്രവാചകനും മൃഗവും കിടക്കുന്ന ആ ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവൻ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. എക്സ്ക്യൂസ് ഇല്ല. തീപ്പൊയ്കയിലേക്ക് പോകുന്ന അനുഭവത്തിൽ നാം മറന്നു പോകരുത്. അവൻ തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന രാപ്പകൽ, ഡേ ആൻഡ് നൈറ്റ് ടോർമെന്റഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. എന്നും എന്നേക്കും രാപ്പകൽ നിത്യദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അതാണ് നരകത്തിൻ്റെ അവസ്ഥ. ഇന്ന് രാത്രി എത്ര പേര് മാനസാന്തരപ്പെടുവാൻ തയ്യാറാണ്? When it was said that the diseased tree will be cut and thrown into fire, then here an example or an experience is shown where the devil who deceived was thrown into the fire, where the beast and the false prophet were thrown, and he was tormented there day and night. So we should have the fear of the Lord and make sure that we are bearing good fruits, and not like the diseased tree, but like the healthy tree bearing good fruits in Holy Spirit. നമ്മുടെ കണ്ണിടയ്ക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുവാൻ ആവശ്യപ്പെടുന്നില്ല, പക്ഷേ ഹൃദയവാതിൽ കർത്താവ് മുട്ടുകയാണ്. സഹോദരി, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ റെക്കോർഡ് സ്കോറിംഗ് ഷീറ്റിൽ പോസിറ്റീവ് പോയിന്റ്സ് തന്നെ ഉണ്ടാകുവാൻ നീ അനുവദിച്ച് കൊടുക്കുക. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ അശുദ്ധമായതിലേക്കൊന്നും നമ്മുടെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാനിടയാവട്ടെ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്തെങ്കിലും ഫലം കായ്ക്കുന്ന ഒരു വർഷമല്ല 2025. നിനക്ക് എക്സ്റ്റൻഡഡ് ഇയർ ആയിട്ട്, ഗ്രേസ് പീരീഡ് ആയിട്ട് നിനക്ക് തന്നേക്കുന്നത് എന്തെങ്കിലും ഫലം കായ്ക്കാൻ അല്ല നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, മറിച്ച് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം, ആത്മാവിൻ്റെ ഫലം. ഏത് സാഹചര്യത്തിലൂടെ നീ കടന്നുപോയാലും നിന്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയായി നീ ലേക്ക് സമർപ്പിക്കുക. വളരെ ഫലം കായ്പാൻ, കർത്താവിൽ വസിച്ചുകൊണ്ട്, കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് വളരെ ഫലം കായ്പാൻ ഇന്ന് രാത്രി ദിവസത്തിലേക്ക് നമ്മെ സമർപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.